അനേക തവണ ആവർത്തിച്ചിട്ടുള്ളത് ഈ തിരുമുറ്റത്തും ആവർത്തിക്കുന്നു. കോടാനുകോടി ജനങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ, ഹൈന്ദവ കുടുംബങ്ങൾ, ഈ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് ഉദാത്തമായ സംരക്ഷണവും സ്നേഹവും നൽകി ഈ നാട്ടിൽ സംരക്ഷിച്ചു നിർത്തിയ അവികലമായ ഒരു പാരമ്പര്യവും ചൈതന്യവുമുണ്ട്. അവരോടെല്ലാം ഞങ്ങൾക്ക് ആദരവുണ്ട്. ആ സംസ്കാരത്തിലാണ് ഞങ്ങളും ജീവിക്കുക. ഈ രണ്ട് സഹോദരിമാർ 6 ദിവസം തുറുങ്കിൽ അടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ? എന്താണ് കാരണം? മനുഷ്യക്കടത്ത്, മതപരിവർത്തനം ആരോപണമായി മുൻപിൽ നിൽക്കുന്നു. സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത്, അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത്? ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം അനേകം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക. ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെങ്ങന്മാരാണ്. ആരോ ചോദിക്കുന്നത് കേട്ടു, മറ്റൊരിടത്തും വലിയ പ്രശ്നമില്ലല്ലോ, കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന്. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു, ഇതെന്തു നീതി, ഇതെന്ത് ന്യായം? ഇതിനാണ് നാം ഒരുമിച്ചുകൂടി ഈ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുക. ഇതൊരു വ്യക്തിയോടോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല. ഇതൊരാവശ്യമാണ്. ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്ന ന്യായമായ ഒരപേക്ഷയാണ്. മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ രാജ്യത്തെ ജനങ്ങളാണ് ആവശ്യപ്പെടുക. ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല. ഈ സന്യാസിനിമാർ ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന 2 പെങ്ങന്മാരാണ്, 2 സഹോദരിമാരാണ്. അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ്. പ്രിയപ്പെട്ട ഭരണാധികാരികളെ, ഈ കാര്യം ആവശ്യപ്പെടുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഈ രാജ്യത്തിന്റെ മുക്കും മൂലയും എല്ലാം പരിശോധിച്ചാൽ നമ്മുടെ മഹാത്മജിയുടെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ്. ഭാരതത്തിന്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു. ഗ്രാമങ്ങളിൽ വസിക്കുന്നവരുടെ ഇടയിൽ വിദ്യാഭ്യാസവും ആതുര ശുശ്രൂഷയും നൽകിയ തിരുവസ്ത്രമണിഞ്ഞ 2 കന്യാസ്ത്രീകൾ ഇന്ന് ദുർഗിലെ കൽത്തുറുങ്കിലാണ്. 6ാം ദിവസം കഴിഞ്ഞു. ഈ രാജ്ഭവന്റെ അങ്കണത്തിൽ അത് പൂർണ്ണമാകണമെങ്കിൽ ഈ കത്തോലിക്ക അതിരൂപത അങ്കണത്തിൽ നമുക്ക് ഏറ്റവും അടുത്തത് ഏറ്റവും പിതാവിന്റെ മുറിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞത്. ആരാ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്? ആരാണ് ഈ അപേക്ഷ മുമ്പോട്ട് വയ്ക്കുന്നത്? ഈ ദേശത്ത് കലാപമുണ്ടാകുമ്പോഴും ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ചുരൽമലയിലും മുണ്ടക്കയിലും വിലങ്ങാടുമൊക്കെ മനുഷ്യരെ വെള്ളം കാർന്നെടുത്തുകൊണ്ടുപോയപ്പോ ഓടിയെത്തിയ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളാണ് ഇവിടെ കൂടിയിരിക്കുക. ഒരു വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ.
നിലയില്ലാതെ നിക്കക്കള്ളിയില്ലാതെ മനുഷ്യൻ ക്ലേശിച്ചില്ലേ? ജീവൻ മറന്ന് സ്വന്തം വള്ളത്തിൽ തുഴഞ്ഞ് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസമേകിയവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സംശയിക്കരുത്. വെറുതെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചതല്ല. ഈ രാജ്യത്തിന്റെ നെറുകയിൽ, ഈ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ, ഇവിടുത്തെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ വേദന ഈ രാജ്യത്തെ ഭരണാധികാരികളോടല്ലാതെ ഞങ്ങൾ ആരോടാണ് പറയുക?